നിങ്ങളെല്ലാവർക്കും പ്രത്യേകം സ്വാഗതം. നമ്മളുടെ 2615 എങ്കിലും ഇന്നലത്തെ ക്ലാസ്സിലെ 2614 അല്പം ചില കാര്യങ്ങളെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. അതൊന്നുകൂടി 2614 പിതാവിനോടുള്ള പ്രാർത്ഥനയുടെ നിഗൂഢ രഹസ്യം. ശ്രദ്ധിക്കണം, കണ്ടോ? നിഗൂഢ രഹസ്യം ഉണ്ട്. നിഗൂഢ രഹസ്യം ഇന്നത്തെ വലിയൊരു വിഷയമാണ്. പ്രാർത്ഥന നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണോ? എന്തുദ്ദേശിച്ച് പ്രാർത്ഥിക്കണോ? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണോ? പ്രധാനമായിട്ടൊരു കാര്യം നിഗൂഢ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് പ്രാർത്ഥനയുടെ മറ്റൊരു മാനം. 2614 ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചതുണ്ടോ? പിതാവിനോടുള്ള പ്രാർത്ഥനയുടെ നിഗൂഢ രഹസ്യം. നിഗൂഢ രഹസ്യം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറ്റുമ്പോൾ അടുത്ത വാക്കാണ്, വളരെ പ്രധാനപ്പെട്ട വാക്ക്. മഹത്വീകൃതമായ, അവിടുന്ന് മഹത്വീകൃതമായ മനുഷ്യപ്രകൃതിയോടെ. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടെത്തിയ വലിയ കാര്യം. അവിടുന്ന്, അപ്പോൾ ഈ നിഗൂഢ രഹസ്യത്തിൻ്റെ വലിയ കാര്യമാണ് അവിടുന്ന് മഹത്വീകൃതമായ മനുഷ്യപ്രകൃതിയോടെ പിതാവിൻ പക്കലേക്ക് മടങ്ങിയതിന് ശേഷം. അതാണ് ഈശോയുടെ മഹത്വീകൃതമായ മനുഷ്യപ്രകൃതി. കാരണം അത് മനസ്സിലായാൽ ഈ നിഗൂഢ രഹസ്യം മനസ്സിലാവും. നിഗൂഢ രഹസ്യം മനസ്സിലാവും. ഇനി അടുത്തത് അവൻ്റെ നാമത്തിൽ ചോദിക്കുക. അതാണ് ഈശോ ആണ് പ്രാർത്ഥനയുടെ, ഈശോ ആണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മിൽ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന പിതാവിങ്കിലേക്ക് ഉയർത്തുന്നതെല്ലാം ഈശോ ആണ് എന്നതിലാണ് പുതുമ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? അതാണ് പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പുതുമയുണ്ട് അതിൽ. കാരണം ഈ നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന മഹത്വീകൃതമായ മനുഷ്യപ്രകൃതിയോടെ ഇരിക്കുന്ന ഈശോ ആണ് നമ്മളിൽ വസിക്കുന്നതും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. ഇനി ആ ഈശോ അതുകൊണ്ട് പറഞ്ഞു, ഞാൻ ആകുന്നു വഴിയും സത്യവും ജീവനും. പിന്നെ അടുത്ത് പറയുന്ന കാര്യം ഒന്നുകൂടി കേൾക്കണം. വിശ്വാസം അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത് സ്നേഹത്തിലാണ്. നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തെക്കുറിച്ചെല്ലാം പഠിച്ചപ്പോൾ മനസ്സിലാക്കി. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ സ്നേഹമില്ലെങ്കിൽ നമ്മൾ എന്താണ്? സ്നേഹമില്ലെങ്കിൽ എന്താണ് നമ്മൾ? വിശ്വാസമുണ്ടായാൽ പോലും സ്നേഹമില്ലെങ്കിൽ എന്താ നമ്മൾ? സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ മാത്രമാണ്. സ്നേഹമില്ലെങ്കിൽ നമ്മൾ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. അങ്ങനെയാണോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മളെങ്ങനെയാണ്? നമ്മൾക്ക് ആ അവസ്ഥ വന്നിട്ടുണ്ടോ? ആ അവസ്ഥ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറണം. യേശുവിൻ്റെ വചനവും കൽപ്പനകളും അനുസരിക്കുക. ഉണ്ടോ? യേശുവിൻ്റെ വചനവും കൽപ്പനകളും സ്നേഹത്തിൻ്റെ. ഇനി അടുത്ത ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുകയാണത്. ഇന്നലെ അത് പൂർണ്ണമായി വിശദീകരിച്ചില്ല എന്ന് എനിക്ക് തോന്നി. അവനോടൊപ്പം പിതാവിൽ വസിക്കുക. ഇതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവനോടൊപ്പം പിതാവിൽ വസിക്കുക. പിതാവ് നമ്മോടൊപ്പം വസിക്കത്തക്ക വിധം അവനിൽ. ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞൊരാശയമാണ്. നിന്നിൽ ഞാനുമേ എന്നിൽ നീ, ഇങ്ങനെ നാം. ഈ സഹവാസം. അപ്പോൾ ആ സഹവാസത്തിൻ്റെ വലിയ രഹസ്യം ഇവിടെ പറയാണ്. അവനോടൊപ്പം ആ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത മഹത്വീകൃത
മഹത്വീകൃതമായ മനുഷ്യപ്രകൃതിയിലൂടെ ഈശോ നമ്മളിൽ ലയിച്ചിരിക്കുന്നു. ആ നമ്മളിൽ അവനോടൊപ്പം പിതാവിൽ വസിക്കുക. എന്തോ ഒരു രഹസ്യമാണ്. പിതാവ് നമ്മോടൊപ്പം വസിക്കത്തക്ക വിധം അവനിൽ നമ്മെ സ്നേഹിക്കുന്നു. അവനിൽ നമ്മെ സ്നേഹിക്കുന്നു. അവനോടൊപ്പം പിതാവിൽ വസിക്കുക. അതാണ് പിതാവിൽ വസിക്കുക. അത് തന്നെ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവും പരിപാലകനുമാകുന്ന ആ പിതാവിൽ നമ്മളെങ്ങനെ വസിക്കുക? നമുക്ക് വസിക്കാൻ ഒരേ വഴിയേ ഉള്ളൂ. ഈശോ പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങളെയും കൂടെ കൊണ്ടുപോകും, ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 14. അപ്പോൾ പിതാവ് നമ്മോടൊപ്പം വസിക്കത്തക്ക വിധം, പിതാവ് നമ്മോടൊപ്പം വസിക്കത്തക്ക വിധം അവനിൽ നമ്മെ സ്നേഹിക്കുന്നു. യേശുവിലൂടെ നമ്മെ സ്നേഹിക്കുന്നു. തൻ്റെ ഏകപുത്രനെ നൽകാൻ തക്ക വിധം അവിടെ നിന്ന് നമ്മെ സ്നേഹിച്ചു. ഈ സ്നേഹം നമ്മുടെ ഒരു പ്രവൃത്തിയുടെയും കൊണ്ടല്ല. നമ്മൾ ഏറ്റവും വലിയ പാപിയായിരിക്കുമ്പോഴും ഈ സ്നേഹം നമ്മളെ സ്നേഹിക്കുന്നു. അതാണ് രഹസ്യം. നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തത് കൊണ്ടല്ല, നമ്മൾ ഏറ്റവും വലിയ പാപിയായിരിക്കുമ്പോഴും ഈ സ്നേഹത്തിന് പക്ഷപാതമില്ല. ഈ സ്നേഹം അൺകണ്ടീഷണലാണ്. കാരണം ദൈവം സ്നേഹമാകുന്നു. നമ്മൾ പറഞ്ഞു, ഡോമിനം വിഫിഫിക്കാൻഡത്തിൻ്റെ 10ാം ഖണ്ഡികയിൽ അൺക്രിയേറ്റഡ് ലവ്, സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹമാണെന്നുള്ളത്. അപ്പോൾ ആ സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടായ്മയാണ്. ആ സ്നേഹം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നുവോ ആ സ്നേഹ സാഗരത്തിലേക്ക് നമ്മളങ്ങ് ലയിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പിതാവ് നമ്മോടൊപ്പം വസിക്കത്തക്ക വിധം അവനിൽ നമ്മെ സ്നേഹമാക്കുന്നു. ഈ പുതിയ ഉടമ്പടിയിൽ നമ്മുടെ യാചനകൾ ശ്രവിക്കപ്പെടുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ പ്രാർത്ഥന തന്നെയാണ്. അപ്പോൾ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥനയാണ്, കർത്താവേ, ഞങ്ങൾക്കറിയില്ല കർത്താവേ, പക്ഷെ ഒന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ദൈവിക രഹസ്യം മതി. ഇപ്പോൾ നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട. ഞങ്ങൾക്ക് ദൈവരാജ്യവും ദൈവത്തിൻ്റെ രഹസ്യവും നിഗൂഢ രഹസ്യങ്ങളിൽ അങ്ങനത്തെ ഒരു മനോഭാവത്തിലേക്ക് വരിക. എന്നിട്ട് 2615 നമ്മൾ പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥന നമ്മളിപ്പോൾ കഴിഞ്ഞ പാരഗ്രാഫ് നിർത്തിയിരിക്കുന്നത് ഈ കേട്ടതെല്ലാം യേശുവിൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെയല്ല, യേശുവിൻ്റെ പ്രാർത്ഥനയിലൂടെ. നിത്യപുരോഹിതനായ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശിരസ്സായ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവമായ ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഇനിയാണ് നമ്മുടെ പ്രാർത്ഥന യേശുവിൻ്റേതുമായി ഐക്യപ്പെടുമ്പോൾ കണ്ടോ. അപ്പോൾ ആ യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് 1ാം സ്ഥാനം കൊടുക്കുക. യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് 1ാം സ്ഥാനം കൊടുക്കുക. ഞാൻ ഇന്നത് പ്രാർത്ഥിച്ചു, ഞാൻ ഇത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഞാൻ ഇത്ര കൊന്ത ചൊല്ലി, ഇത്ര സ്വർഗസ്ഥനായിതാവ് ചൊല്ലി, ഇത്ര വിശ്വാസപ്രമാണം ചൊല്ലി, അതുകൊണ്ട് ഞാൻ കാര്യം നടന്നു എന്ന് പറയണതിലല്ല, മറിച്ച് ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ തൻ്റെ മുറിവുകൾ പിതാവിന് കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ഈശോ ഉയർത്തെഴുന്നേറ്റ ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ വിസ്മയനീയമായ
ആ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെ ഈശോ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയോട് എൻ്റെ പ്രാർത്ഥന ചേരുന്നു. ഇതാണ് വളരെ പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ പഠിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ നിങ്ങൾ ഇന്ന് തന്നെ പ്രാർത്ഥിച്ചു നോക്കൂ. ഈശോയെ, അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന യേശുവിൻ്റേതുമായി ഐക്യപ്പെടുമ്പോൾ, അതെങ്ങനെ ഐക്യപ്പെടലുണ്ടാവുന്നത്? അതാണ് അടുത്ത് വരുന്നത്. എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനായ സത്യാത്മാവിനെ പിതാവ് നമുക്ക് സമ്മാനിക്കുന്നു. അതാണ് ഇവിടെയാണ് ആ നിഗൂഢ രഹസ്യത്തിൻ്റെ അടുത്ത പടി. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ നമുക്ക് വേണ്ടി ആദ്യം എന്താ പ്രാർത്ഥിക്കാൻ പോണത്? ഈശോ പറഞ്ഞു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നെപ്പോലെ തന്നെ മറ്റൊരു അഡ്വക്കേറ്റ്, 2 അഡ്വക്കേറ്റുമാരാണ്. അഡ്വക്കേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്നത്. 2 അഡ്വക്കേറ്റ്, നമ്മുടെ ഭാഗത്ത് നിൽക്കുന്ന അഡ്വക്കേറ്റ്, നമുക്ക് വേണ്ടി വാദിക്കാനുള്ള അഡ്വക്കേറ്റ്, നമ്മുടെ ഭാഗം നിന്ന് വാദിക്കുന്ന അഡ്വക്കേറ്റ്. അതാണ് അഡ്വക്കേറ്റ്. എന്നോട് ക്ഷമിക്കണം, ഈ കാലത്ത് ഒരുപാട് പലരുടെയും അഡ്വക്കേറ്റുമാർ പലതും ചെയ്തതായിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നില്ല. അങ്ങനത്തെ അഡ്വക്കേറ്റുമാരല്ല. മറ്റയാളുടെ അടുക്കൽ നിന്ന് കാശ് മേടിച്ചും കൊണ്ട് നമ്മളുടെ ഭാഗം നിന്നുകൊണ്ട് നമ്മളെ വഞ്ചിക്കുന്ന അഡ്വക്കേറ്റല്ല. ക്ഷമിക്കണം കേട്ടോ. ഈ അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി മാത്രമാണ്. നമുക്ക് വേണ്ടി മാത്രം. അങ്ങനൊന്ന് ചിന്തിക്കൂ. നമുക്ക് 2 അഡ്വക്കേറ്റുമാരുണ്ട്. നമുക്ക് വേണ്ടി വാദിക്കാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആ അഡ്വക്കേറ്റുമാർ നമ്മുടെ കൂടെ യുഗാന്ത്യം വരെ ഉണ്ടാവും. അവിടെ അന്തിമ ദിവസം അവിടെ ആ വിധിയാളൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ 2 അഡ്വക്കേറ്റുമാരും നമുക്ക് വേണ്ടി വാദിക്കും. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ എന്നേക്കും എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾക്ക് എപ്പോഴും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത്, പരിശുദ്ധാത്മാവ് നമ്മളെന്തെങ്കിലും തിന്മ ചെയ്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോകുമോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ മണ്ണാകട്ടിയായി മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈശോ പറഞ്ഞിരിക്കുന്ന അന്ത്യത്താഴത്തിന് ശേഷം പറഞ്ഞിരിക്കുന്ന വലിയൊരു കാര്യമാണ്, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ. എന്നേക്കും. അതാണ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്ന ആശീർവാദം. നമ്മൾ ഈ ആശീർവാദം എല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് ആ ആശീർവാദ സമയത്ത് ഇങ്ങനെ മേല് മുഴുവനും പരിശുദ്ധാത്മാവ് കൊണ്ട് കോരിത്തരിക്കുന്നൊരവസ്ഥയാണ്. ഞാനത് കേൾക്കാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. കർത്താവ് നിങ്ങളോട് കൂടെ, സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാ ദിവസവും എത്ര പ്രാവശ്യം നമ്മൾ കേൾക്കണതാ. എന്നാലും പറയുന്നേ, വലിയ പാപമൊക്കെ ചെയ്താൽ പരിശുദ്ധാത്മാവ് വിട്ടു പോകട്ടാ. ആണോ? ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചില്ലേ, പരിശുദ്ധാത്മാവ് വിട്ടു പോകുന്നു. പെട്ടെന്ന് അങ്ങടേക്ക് ഓടി. പുതിയ നിയമത്തിലെ ഈ സ്റ്റാൻഡ്, ഈ നവീനമായ ഈശോ മിശിഹ തൻ്റെ രക്തം കൊടുത്ത് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. അത് വിട്ടു പോകുമോ? ഇവിടെയാണ് നമ്മൾ ഇനിയും വളരേണ്ടത്. ഞാൻ അല്പം വിശദമായി പോവുകയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ വിശദീകരിക്കാൻ ദൈവം അയച്ചേക്കണത്. നമുക്ക് നമ്മളെ വിശദീകരിക്കാൻ പറ്റുമോ? അപ്പോൾ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പ്രമാണങ്ങൾ പാലിച്ചാൽ വിശുദ്ധീകരിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതല്ല വിശുദ്ധി.
വിശുദ്ധി ഇതിനെ മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ വിശുദ്ധി അശുദ്ധി മാറ്റുക എന്നതല്ല വിശുദ്ധി. വിശുദ്ധിയുടെ ഉറവിടം തന്നെയായ പരിശുദ്ധി ദൈവം തന്നെ നമ്മളിലേക്ക് നൽകുമ്പോൾ ദൈവീകരിക്കപ്പെടുകയാണ്. നമ്മൾ ദൈവീകരിക്കപ്പെടുമ്പോൾ നമ്മളിലുള്ള അശുദ്ധി മുഴുവനും മാറുന്നു. കൃപയിലൂടെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് വിശദമായിട്ട് പോകുന്നില്ല, സമയമില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ഒന്നും നമ്മൾ അടിവരയിട്ട് ഇനി ഒരിക്കലും മടങ്ങിപ്പോകാത്ത രീതിയിൽ ഇത് ഉറപ്പിക്കണം. പരിശുദ്ധാത്മാവ് ആണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അതിനു വേണ്ടിയാണ് പിതാവ് പുത്രൻ ഈ പീഡ സഹിച്ച് മരിച്ചു. ആ സമയത്ത് ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നില്ലെങ്കിൽ അവൻ വരില്ല. ഞാൻ പോകുന്നു എന്ന് പറയണത് ഞാൻ പീഡ സഹിച്ച് എന്നെ ബലിയായി അർപ്പിക്കുന്നത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടിയാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കും. ഇത് ഉറപ്പിച്ചോ. ആർക്കെങ്കിലും സംശയമുണ്ടോ അത് വിട്ടുപോകുമെന്നോ? ഒരിക്കലും വിട്ടുപോകില്ല. ഇതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് എനിക്ക് അഭിഷേകം. ഞാനിത് എൻ്റെ അഭിഷേകത്തെ പൊക്കി പറയാനല്ല, ഇത് 30 വർഷമായിട്ട് ഞാൻ വിശ്വസിക്കുന്നതാണ്. എനിക്കതുകൊണ്ട് ഞാൻ പാപം ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷേ എന്ന് വിചാരിച്ച് എൻ്റെ അഭിഷേകത്തിന് ഒരു കുറവ് വന്നിട്ടില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പാപം ചെയ്താൽ എനിക്ക് പാപബോധം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്, എനിക്ക് പശ്ചാത്താപം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്, പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പാപപൂർത്തി എനിക്ക് നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് ഒരിക്കലും എന്നെ വിട്ടുപോകില്ല. എൻ്റെ സഹായകനാണ്, എൻ്റെ അഡ്വക്കേറ്റാണ്, എനിക്ക് വേണ്ടി വാദിക്കുന്നു പിതാവിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെയാണ് അടുത്ത പടി, നിഗൂഢത. എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനായ സത്യാത്മാവിനെ പിതാവ് നമുക്ക് സമ്മാനിക്കുന്നു. പ്രാർത്ഥനയുടെയും, ശ്രദ്ധിക്കണേ, ഇനി വലിയ കാര്യത്തിലേക്ക് വരികയാണ്, പ്രാർത്ഥനയുടെയും അതിൻ്റെ സാഹചര്യങ്ങളുടെയും ഈ പുതിയ മാനം കണ്ടോ. ഇത് പുതിയ മാനമാണ്. ഇത് പഴയ നിയമത്തിലെങ്ങുമില്ല ഇങ്ങനെ ഒരു മാനം. ഇങ്ങനെ ഒരു മാനം പഴയ നിയമത്തിലെങ്ങുമില്ല. എന്തുകൊണ്ട്? യേശുക്രിസ്തു തൻ്റെ പീഡ സഹിച്ച് മരിച്ചുയർത്ത് സ്വർഗ്ഗാരോഹണം ചെയ്തതിന് ശേഷമേ ഇത് വരാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഈ പുതിയ മാനം യേശുവിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ ഉടനീളം പ്രകടമാക്കുന്നുണ്ട്. അതൊരല്പം വിശദമായിട്ട് നമ്മൾ പോകണം. ഇപ്പോൾ വിടവാങ്ങൽ പ്രാർത്ഥന, വിടവാങ്ങൽ പ്രഭാഷണത്തിൽ 14, 15, 16 അധ്യായം, മത്തായി 14, 15, 16 ഈ 3 അധ്യായങ്ങളിൽ 3-ൽ കൂടുതൽ പ്രാവശ്യം ഈശോ ഇത് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളൂ. 14, 23, 23 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ അതിൽ പ്രധാനമായിട്ട് 23-ൽ പറയുകയാണ്, യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഏത് വചനം? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ, കണ്ടോ, ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ആരാ? ഇവിടെയാണ് വളരെ അപൂർവ സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നൊരു വാക്കാണ് ഞങ്ങൾ എന്ന്. ഈശോ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. എൻ്റെ സ്നേഹിക്കുകയും അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഉണ്ടോ? അപ്പോൾ ഇതാണ് ഈശോ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഈശോയുടെ പ്രാർത്ഥനയിലൂടെ ഈശോ നമ്മോടൊപ്പം വസിക്കുന്നു, പരിശുദ്ധാത്മാവിന് നമ്മളൊപ്പം നൽകുന്നു. ഈശോയും പരിശുദ്ധാത്മാവും നമ്മളിലേക്ക് പിതാവിനെയും കൊണ്ടുവന്ന്, ഇതാണ് പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾ വന്ന് വാസമുറപ്പിക്കും. അതാണ് അന്ത്യ അത്താഴത്തിൽ ഈശോ പഠിപ്പിച്ചത്. അതിനുശേഷം
അതിനുശേഷം 14:24 പറയുന്നത്, 14:24, ഓ എന്തോ ഒരു പ്രമാദമാണത്. 14:24, എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. അതാണ് ഞാനീ പറയുന്നതെല്ലാം എൻ്റെ പിതാവിൻ്റേതാണ്. അപ്പോൾ ആ പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ഈശോയുടെ പ്രാർത്ഥനയിലൂടെ. ഇനി നിങ്ങളോട് കൂടി ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതാണ് 26, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണെങ്കിലും പ്രാർത്ഥന, എന്താ പ്രാർത്ഥന എന്ന് പറയുന്നത്? പിതാവ് ഈ രഹസ്യങ്ങൾ പഠിക്കണം, ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കുക, ഈ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുക, ഈ രഹസ്യങ്ങൾ ഓർമ്മിക്കുക, ഈ രഹസ്യങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുക. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. അല്ലേ അല്ല. നമ്മൾ മണ്ണാങ്കട്ടിയായിപ്പോയപ്പോൾ, നമ്മൾ ആദത്തിൻ്റെ സ്വഭാവമായിപ്പോയി. ആദത്തിനോട് കർത്താവ് ചോദിച്ചു, നിന്നോട് ചെയ്യണ്ടെന്ന് പറഞ്ഞു, നീ ചെയ്തോ? ഉടനെ ആദം എന്ത് പറഞ്ഞു? അതെ, അത് അങ്ങ് തന്ന ആ പെണ്ണ് കാരണമാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് കേട്ടോ. ഉടനെ ആദം പെണ്ണിനെ കുറ്റം പറഞ്ഞു. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയൽ നിർത്തിയിട്ട് നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതാണ് ആദ്യം നിങ്ങൾ സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ത്രിത്വൈക ദൈവത്തെ, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈ വലിയ രഹസ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ബുദ്ധി പ്രകാശിക്കട്ടെ. ഇനി അടുത്ത വാക്ക് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ 14, ഇപ്പോൾ ഇത് 14-ാം അധ്യായത്തിൽ പറഞ്ഞു. 14-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. 14 എവിടെയാണ് നമ്മളിപ്പോൾ? 14:14 പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ലഭിക്കും. 14:14. അതിനുശേഷം 15:7 കണ്ടോ. 15:7 പറയണ എന്താ? നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. എന്താ ഇവിടെ ഇഷ്ടമുള്ളത് ചോദിക്കാൻ? നമുക്ക് എന്ത് ചോദിക്കാൻ തോന്നും? ഇവിടെ എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒറ്റ കാര്യമുള്ളൂ, ദൈവമേ, എനിക്ക് നിന്നെ കൂടുതലായി അറിയണം, എനിക്ക് നീയുമായിട്ട് കൂടുതലായി ലയിക്കണം. അതുമാത്രം മതി എനിക്ക്. കാരണം അത് കിട്ടിക്കഴിയുമ്പോൾ ഈ സൃഷ്ടാവ് തന്നെയായ ദൈവത്തെ ഞാൻ കൂടുതലായി ലയിച്ചു കഴിയുമ്പോൾ സകല സൃഷ്ടികൾക്കെയും എനിക്ക് കിട്ടൂലേ? അതാണ്, എന്തും ചോദിക്കാം. ഇനി അടുത്ത അധ്യായം 15-16 ചോദിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനം ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. 15-16 പറയണ എന്താ? ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു, തന്നിമിത്തം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും. നോക്കൂ, പ്രാർത്ഥനയുടെ പുതിയ മാനമാണ്. പിതാവിനോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ചോദിച്ചിട്ട് കിട്ടാത്തത്? ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ അവസ്ഥയിൽ ഈശോയുടെ പുനരുദ്ധരിച്ച് വിസ്മരണീയമായ സ്വർഗാരോഹണം ചെയ്ത സ്വർഗീയമായ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയാണ് നമ്മളിലെന്ന് നമ്മൾ അധികം മനസ്സിലാക്കുന്നില്ല. ഈശോ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിലുണ്ട്, അഥവാ നമ്മളും ഈശോയോടൊപ്പം പിതാവിൻ്റെ വലതുഭാഗത്താണ്. ആ ബോധ്യത്തോടെ എന്ത് ചോദിച്ചാലും കിട്ടും. ഇനി അതിനുശേഷം പറയുന്നത് 16, 13, 15.
അന്ത്യത്താഴത്തിൽ ഇനി 14 കഴിഞ്ഞു, 15 കഴിഞ്ഞു, 16, 13 കണ്ടോ. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പോൾ ഈ ദൈവിക ഉണ്മ, ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ രഹസ്യം നമ്മിലുള്ളത്, അതാണ് സത്യം. അതൊരു സത്യമാണ്, അത് നമ്മളിലുണ്ട്. ദൈവം നമ്മോട് കൂടെ, എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഏത് ദൈവം? ഈ അണ്ടകടാഹങ്ങളെ മെനഞ്ഞെടുത്ത ദൈവം ഈ മനുഷ്യൻ്റെ അകത്ത് വസിക്കണമെന്ന്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കാരണം അത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവില്ല. പിന്നെ എങ്ങനെ മനസ്സിലാകും? സത്യാത്മാവ് വരുമ്പോൾ. പരിശുദ്ധാത്മാവ് നമ്മൾ പാപം ചെയ്യുമ്പോൾ പോകാനെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ മനസ്സിലാവും? ആ പരിശുദ്ധാത്മാവ് ആദ്യം നമുക്ക് തരേണ്ടത് ഈ രഹസ്യങ്ങളെ നമ്മൾക്ക് പകർന്നു തരിക എന്നുള്ളതാണ്. നമ്മൾ അതിന് പകരം എനിക്കത് വേണം, ഇത് വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണമുണ്ട്. നമുക്ക് ആ രഹസ്യത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. ആ രഹസ്യത്തിലേക്ക് പോകാൻ പറ്റണമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വിടൂ. അതൊന്നും എനിക്ക് വേണ്ടേ വേണ്ട, എനിക്ക് നീ മാത്രം മതി. നമ്മളൊരു പാട്ട് പാടാറുള്ളതാണ്, നീ മാത്രം മതി, നീ മാത്രം മതി. ശരിക്കും അത് നല്ലൊരു ഗാനമാണ്, നീ മാത്രം മതി. അപ്പം ഈ പരസ്യ ജീവിതത്തിൻ്റെ സമാപ്തിയിൽ ഈശോ പറയുന്നത്, ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ആ പ്രാർത്ഥനാ അവസ്ഥയാണ് ഈശോ ഈ 14, 15, 16, 17 അധ്യായങ്ങളിൽ പറയുന്നത്, പ്രാർത്ഥനയുടെ. ഇനി അടുത്തതാണ് വലിയൊരു കാര്യം. കേട്ടുള്ളൂ. പരിശുദ്ധാത്മാവിൽ, ഇപ്പോൾ ഇവിടെ കേട്ടത് മുഴുവനും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണല്ലോ. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പരിശുദ്ധാത്മാവിൽ പിതാവുമായി ക്രിസ്തുവിലൂടെ മാത്രമല്ല അവനിൽ തന്നെയുമുള്ള സ്നേഹക്കൂട്ടായ്മയാണ് ക്രൈസ്തവ പ്രാർത്ഥന. കണ്ടോ, ത്രിത്വാത്മകത വന്നില്ലേ? പരിശുദ്ധാത്മാവിൽ പിതാവുമായി ക്രിസ്തുവിലൂടെ മാത്രമല്ല അവനിൽ തന്നെയുള്ള സ്നേഹക്കൂട്ടായ്മയാണ് ക്രൈസ്തവ പ്രാർത്ഥന. അപ്പം പരിശുദ്ധാത്മാവിൽ പിതാവുമായി ക്രിസ്തുവിലൂടെ, ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ഈ സ്നേഹക്കൂട്ടായ്മ, ആ കൂട്ടായ്മയാണ് ക്രൈസ്തവ പ്രാർത്ഥന. ആ കൂട്ടായ്മ. അപ്പോൾ ആ കൂട്ടായ്മയിൽ ലയിച്ചിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം താനെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുത്രൻ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാ പ്രാർത്ഥിക്കുന്നു. അവർ രണ്ടുപേരും നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് പിതാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വേറൊരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നുണ്ട്, 2565, അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. കണ്ടോ. ഇതൊക്കെ ഓർമ്മിപ്പിച്ച് തരുന്നത് ആരാ? ഇത് ഓർമ്മിപ്പിച്ച് തരുന്ന ആരാ? പരിശുദ്ധാത്മാവല്ലേ. 2565, അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധം. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ധ്യാനമെല്ലാം കൂടിയവർ കേട്ട് കാണുമായിരിക്കും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആത്മാവേ പരിശുദ്ധാത്മാവ് എന്നുള്ള കാര്യത്തിൽ, പിതാവെന്നോട് കൂടെ, പുത്രൻ എന്നോട് കൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ. അതിനു മുമ്പുള്ള സ്റ്റെപ്പ്, പാപിയാം ഞാൻ ദൈവ സുതനായി മാറി. കണ്ടോ, അതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ്, ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവെൻ്റെ ആത്മാവിൽ ലയിച്ചു, ആബാ പിതാവെന്ന് ഞാൻ വിളിച്ചു. സ്നേഹമുള്ളവരെ, ഇതാണ് രഹസ്യം, ഇതാണ് ദൈവരാജ്യം. ആ അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, ഈശോ പ്രാർത്ഥിക്കുന്നു, പിതാവ് നമുക്ക് തരും. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും.
അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ് ഈ പ്രാർത്ഥനയുടെ വലിയ ഒരവസ്ഥ. ഒന്നുകൂടി വായിക്കാം. പരിശുദ്ധാത്മാവിൽ പിതാവുമായി ക്രിസ്തുവിലൂടെ, മാത്രമല്ല ഇത് ആ ഓരോ വാക്കും മുറിച്ച് ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിൽ പിതാവുമായി ക്രിസ്തുവിലൂടെ, മാത്രമല്ല അവനിൽ തന്നെയുമുള്ള സ്നേഹക്കൂട്ടായ്മ. സ്നേഹക്കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ അവിടുത്തെ സ്നേഹക്കൂട്ടായ്മ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും ആ ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മ. ആ കൂട്ടായ്മയാണ് ക്രൈസ്തവ പ്രാർത്ഥന. എന്നിട്ട് ഈശോ പറയാണ്, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ഇവിടെ എൻ്റെ നാമം എന്ന് പറയുമ്പോൾ ഈ ത്രിത്വൈക ദൈവത്തിനെ പൂർണ്ണമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരവസ്ഥയാണ് ഈശോ. ത്രിത്വൈക ദൈവവുമായിട്ട് ലയിച്ച് നമ്മൾക്ക് ആ ലയനം തന്നു കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണത്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും. 16:24. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും. 728 പറയുന്നത്, ഓക്കെ കേൾക്കാം. തൻ്റെ മരണവും ഉത്ഥാനവും വഴി താൻ മഹത്വഗതനാകുന്നത് വരെ യേശു പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നില്ല. അതാണ് ആ പരസ്യ ജീവിതത്തിലെല്ലാം ഈശോ പടിപടിയായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ വെളിപ്പെടുത്തി കൊണ്ടുവരുന്നത്. എന്നിട്ട് ഈ അവസാനമാണ് അതിനെക്കുറിച്ച് പൂർണ്ണമായി വെളിപ്പെടുത്തുന്നത്. അതാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ അവിടുന്ന് ജനക്കൂട്ടങ്ങളെ പഠിപ്പിച്ചപ്പോഴും ലോകത്തിൻ്റെ ജീവന് വേണ്ടിയുള്ള ഭക്ഷണമായിരിക്കും തൻ്റെ ശരീരമെന്ന് വെളിപ്പെടുത്തിയപ്പോഴും അവിടുന്ന് പരിശുദ്ധാത്മാവിനെ പറ്റി അല്പാൽപമായി സൂചിപ്പിക്കുന്നുണ്ട്. കണ്ടോ, ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരുന്ന എൻ്റെ ശരീരം ആത്മാവും ജീവനുമാണ്. പിന്നെ നിക്കോദേമോസിനോട് പറഞ്ഞു, കണ്ടോ. പിന്നെ സമരിയാക്കാരിയോട് പറഞ്ഞു. കൂടാരത്തിരുന്നാളിൽ പങ്കെടുത്ത് യോഹന്നാൻ 7:37 സംസാരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടും ഭാവിയിൽ പ്രാർത്ഥനയോട് 114 ലൂക്ക 11:13 നമ്മൾ കേട്ടതാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രമാത്രം നൽകയില്ല. ഭാവിയിൽ ശിഷ്യന്മാർ നൽകേണ്ട സാക്ഷ്യത്തോടും 115 അതെ ബന്ധപ്പെടുത്തി യേശു അവരോട് ആത്മാവിനെ കുറിച്ച് തുറന്നു പറയുന്നുണ്ട്. അപ്പം ഈശോയുടെ പരസ്യ ജീവിതത്തിൽ പടിപടിയായി ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവസാനം എന്ത് പ്രാർത്ഥിക്കണം നമ്മൾ കേട്ടു. ലൂക്ക 11:13 പിതാവിനോട് ചോദിക്കുന്നവർക്ക് എത്രമാത്രം പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കേണ്ട വിശ്വാസം, പ്രത്യാശ, സ്നേഹം. കേട്ടോ, 3 അപ്പം: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ദാനങ്ങളും വിസ്മയനീയത മുഴുവനും നമ്മളിലേക്ക് ചൊരിയപ്പെടും. വരുവിൻ, നമുക്കിത്രയും ബോധ്യത്തോടെ ഒന്ന് വിശ്വസിച്ചേ, ഈ അവസ്ഥ നമ്മളിലിപ്പോഴുണ്ടോ? നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് വിട്ടുപോകുമോ? നമ്മളിലുള്ള ത്രിത്വൈക ദൈവം നമ്മളെ അനാഥരാക്കുമോ? ഒരിക്കലുമില്ല. ആ ബോധ്യത്തോടെ നമ്മിൽ വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്കൊരു പുത്തൻ അഭിഷേകത്തിലേക്ക് നീങ്ങാം.